നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു രക്ഷിതാവാണ് എന്നറിയാമോ? പേരൻസ് പലതരത്തിലുണ്ട്. നിങ്ങൾ ഏത് തരത്തിലുള്ള പേരന്റ് ആണ് എന്നൊന്ന് നമുക്ക് നോക്കിയാലോ. 3 തരത്തിൽ പേരൻസിനെ കുറിച്ച് പറയാം. ഫസ്റ്റ് ആളുകള് എനേബിളേഴ്സ് എന്ന് വിളിക്കും, രണ്ടാമത്തെ ആളുകൾ ലിമിറ്റേഴ്സ് എന്ന് വിളിക്കും, മൂന്നാമത്തെ ആളുകളെ മെന്റേഴ്സ് എന്ന് വിളിക്കും. എനേബിളേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ അവരുടെ ആവശ്യത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുക. അതിന് പകരം പറയുന്ന റീസൺസ് എന്താ? സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ എനിക്ക് കുട്ടിയെ ഭയങ്കരമായിട്ടുള്ള വിശ്വാസമുണ്ട്, അവൻ വേറെ വഴിക്കൊന്നും പോയില്ല എന്നൊക്കെ ആയിരിക്കും. ഇനി ലിമിറ്റേഴ്സ് ആയിട്ടുള്ള പേരൻസ് ഉണ്ട്. ഇവർ ഭയങ്കര കാർക്കശ്യക്കാരായിരിക്കും. ഇവരെല്ലാ കാര്യങ്ങളും അവരെ ലിമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവർ പറയുന്നതാണ് ശരി, കുട്ടികൾ പറയുന്നത് അതിനകത്ത് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടെന്നും ഞങ്ങൾ എപ്പോഴും നിങ്ങളെ റെക്ടിഫൈ ചെയ്യാനുള്ളവരാണെന്ന് ഇവർ വാദിച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് മെന്റേഴ്സ് ആണ്. ഇവരൊരിക്കലും കുട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നും ശഠിക്കാറില്ല. കുട്ടികളെ ഫ്രീ ഫ്ലോയിൽ പോകാൻ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ ഗൈഡൻസ് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി ഗൈഡൻസ് കൊടുക്കുകയും അവരെ നല്ല രീതിയിൽ ലീഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ തിരിച്ചറിയുക ഇതിൽ ഏത് മോഡലിലുള്ള ഒരു പാരൻ്റാണ് നിങ്ങളെന്ന്. മെന്റേഴ്സ് ആണെങ്കിൽ കുട്ടികൾക്ക് നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. എനേബിളറോ ലിമിറ്ററോ ആയിട്ട് മാറുകയാണെങ്കിൽ കുട്ടികൾ ഒരുപാട് സഫർ ചെയ്യുകയും അവർക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് സാധ്യതകൾ വളരെ കൂടുതലാണെന്നും തിരിച്ചറിയാൻ മറക്കരുത്.